ചേച്ചി ഇപ്പോൾ ഫുൾ ബിസി ആണല്ലോ ഡാൻസ് ക്ലാസ് ഒക്കെ ആയിട്ട്. അപ്പം അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഡാൻസ് ക്ലാസ് ഒക്കെ ആയിട്ട് ഭയങ്കര ബിസി ആകുമ്പം. അങ്ങനെയല്ല, ഇപ്പം ചേച്ചി കുറച്ച് ഫ്രീ ആയില്ലേ, ഞാൻ വന്നില്ലേ. ഓ ചേച്ചി എന്താ പറയുന്നത്? അത് മുന്നേ ഇപ്പോൾ കുറച്ച് പാടായിരുന്നു ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോഴാണ് ശരിക്കും എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്നത്. ഇപ്പം അർജുൻ ചേട്ടൻ ഉള്ളതുകൊണ്ട് അത്ര ഭയങ്കര സ്ട്രെസ്സൊന്നുമില്ല. കുറേ മാനേജ്മെൻറ്റ് സൈഡ് മുഴുവൻ അർജുൻ ചേട്ടൻ ഹാൻഡിൽ ചെയ്യും. ഞാൻ ജസ്റ്റ് പഠിപ്പിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പം ഇപ്പം സത്യം പറഞ്ഞാൽ അത്ര ബിസി അല്ല. അല്ല. ഇവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കാനുണ്ടോ? ഓൾമോസ്റ്റ് എത്ര പേരുണ്ടായിരിക്കും? അത്യാവശ്യം കുറച്ചുണ്ട്. ഓ, ഒന്ന് പുറത്ത് പറയാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഒട്ടനെ കേട്ടാ, എന്നാലേ നമ്മളെ ബിരിയാണി കൊണ്ട് അടക്കണ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. എന്താ അല്ല, ഇതൊക്കെ 100 പിള്ളേരുണ്ട്. 100 പിള്ളേരുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഇങ്ങനെ, അതായത് എന്നാ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത കുട്ടികളെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചിട്ടില്ല. മന്ത്ലി ഫീസ് ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് വാങ്ങിക്കുന്നത് വെച്ച് വളരെ കുറവാണ്. പിന്നെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യിപ്പിക്കുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു 50,000 to 1 lakh ആവുന്നത് ഇവിടെ ചിലപ്പോൾ ഒരു 1000 രൂപ ആവുള്ളായിരിക്കും, അല്ലെങ്കിൽ ഒരു 1500 രൂപ. അങ്ങനെ പൈസ വാങ്ങിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം നമുക്കും ജീവിക്കണമല്ലോ. ടോട്ടലി ഫ്രീ ആയിട്ട് നടക്കൂല. അപ്പം പക്ഷെ വാങ്ങിക്കുന്നതിൽ മാക്സിമം കുറച്ച് വാങ്ങിക്കുക എന്നുള്ളതാണ്.